എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈഡേതാണ്. അതായത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ്റേത്. അതായത് നമ്മൾ ഇതേ വലിപ്പത്തിലുള്ള പീസാക്കി വയ്ക്കുക. ഇനി അതിലേക്ക് നമ്മൾക്ക് മസാല ചേർക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂൺ മൈദ, പിന്നെ ഒരു 3/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർക്കുക. 1.5 സ്പൂൺ അളവിൽ. അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ആവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ഗരം മസാല, 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പകുതി ഇപ്പോൾ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു അരമുറി കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചെറുനാരങ്ങയുടെ 3/4 മുറി എടുത്തിട്ടുള്ളൂ. നീര് കുറവാണെങ്കിൽ നമ്മൾക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ കോഴിമുട്ട കൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൂടി ചേർത്ത് നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ആ ചിക്കൻ പൊരിക്കാനുള്ള ഒരു പാകത്തിനുള്ള മസാലയാക്കി എടുക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രം ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊരു ഈ ഒരു പരുവത്തിൽ ഇതാ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോരാകേണ്ട ഒരു അല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ലതുപോലെ അതിലേക്ക് മസാലയൊക്കെ ചേർന്ന് പിടിച്ചോളും. ഇപ്പോൾ കോഴിമുട്ട ചേർത്തുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും, നല്ലൊരു കളറും ഫിനിഷിങ്ങൊക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ നോമ്പിനായാലും വിശേഷ ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് തികച്ചും നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്. നമുക്കതിൻ്റെ കളറൊക്കെ കണ്ടാൽ തന്നെ അറിയാം. വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതാ നമ്മൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലാക്കുക. എന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. ആ എണ്ണയിലേക്കുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ പൊരിക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. എന്നാലും ഇതുപോലെ ഒരു മസാലയിൽ നിങ്ങൾ കോഴിമുട്ടയൊക്കെ ചേർത്ത് ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അപ്പോൾ അത് നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചതിന് ശേഷം ഒരു ഭാഗം മൊരിയുന്ന സമയത്ത് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും വരും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ മസാലയൊക്കെ ചേർന്ന് പിടിച്ച് നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മാവൊന്നും അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പുറത്ത് ഒരുപാട് മാവ് കട്ടിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ അതുപോലെ നമ്മൾ മൈദ ആയാലും അരിപ്പൊടി ആയാലും പാകത്തിന് ചേർത്താൽ മതി. പിന്നെ മസാലകൾ കുറച്ച് കൂടുതൽ ചേർത്ത് വിടണം. അപ്പോൾ ഫസ്റ്റ് പോർഷൻ ഞാനിത് അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ അടിയിൽ കണ്ടില്ലേ, എണ്ണയിലൊന്നും അധികമായിട്ട് പൊടികളൊന്നുമില്ല. അതൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം വീണ്ടും അതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം അതൊന്നുകൂടി ചെറുതായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നുണ്ട്. കൂട്ടി വെച്ചതിന് ശേഷം നമ്മളത് ഒരു ഭാഗം വരിയുമ്പോൾ തിരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ KFC ആയാലൊക്കെ പുറത്തുനിന്ന് പോയി കഴിക്കുന്ന സമയത്ത് അതിലേക്ക് സോസും മയോണൈസൊക്കെ വേണ്ടി വരും. ഇതിൽ ഒന്നും വേണ്ട. ഇതേമാതിരി ചിക്കൻ പൊരിച്ച് ഒരു തവണ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോർഷനും ഞാൻ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കണം.
അപ്പോൾ അതിൻ്റെ വേവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പുറം ക്രിസ്പി ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ബാക്കി എണ്ണ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മസാല കൂട്ടിയ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ മാറ്റി കൊടുത്തു. അതിലേക്ക് ഇനി കുറച്ച് മാത്രം എണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ മസാല പുരട്ടിയ പാത്രത്തിൽ ബാക്കിയുള്ള മസാല മാത്രം നമ്മൾ ആ എണ്ണയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ പതിയെ നമ്മൾക്ക് ആ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു പൊടി, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പൊടി അധികം വേണമെന്നുള്ളവർക്ക് കുറച്ച് മസാല കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കരിവേപ്പില കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പൊടി എടുത്തിട്ട് വേറൊരു ചെറിയൊരു അരിപ്പയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ആ ചിക്കൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് വയർ മാത്രം നിറഞ്ഞാൽ പോരാ, മനസ്സും നിറയണമെന്ന് പറയുന്നില്ലേ. ആ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിച്ചാൽ മനസ്സും വരെ നിറയും. നിങ്ങൾക്കും ഇത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.